അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് 3 പൂള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് പുഴുങ്ങി കടുവറുത്ത് ഉണ്ടാക്കട്ടെ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു. അത് 3 ഞാൻ നല്ല തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നല്ല കൊത്തി നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ടിട്ട് ഒരു 2 വിസിലിട്ടാ അത് മതി. ആ 2 വിസിലടിച്ചാണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കടുവറുക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇത് വെന്ത് ഊറ്റിയതിൻ്റെ ശേഷം നമുക്ക് കടുവറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊക്കടൽ കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. 2 വിസിലടിച്ചിട്ടിയാൽ മതി. വൈകുന്നേരം ചായക്കൊക്കെ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചീരുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കരിവേപ്പിൻ്റെ അരിയും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പൂളൊക്കെ വെന്ത് റെഡി ആയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നല്ല പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് ഈ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഈ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്താണ്ട് ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം ഈ പൂളതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് നല്ല മത്തി മുളകിട്ടതും മത്തി പൊരിച്ചതുമാണ് ഞാൻ എടുക്കുന്നത്. നല്ല ടേസ്റ്റാട്ടാ മത്തി മുളകിട്ടതും പൂളിയും കൂടെ. വൈകുന്നേരമൊക്കെ നല്ല മഴത്തേ കട്ടൻ ചായ അതും കൂടെ നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി. മഴത്തൊരു വിശപ്പ് കൂടുതലാണല്ലോ നമുക്ക്. വേനൽക്കാലത്തിൻ്റെ മാതിരിയല്ല, മഴ പെയ്യുമ്പോൾ ഉച്ചക്കായാലും രാവിലെ ആയാലും വൈകുന്നേരമൊക്കെ നല്ല വിശപ്പാണ്. അപ്പോൾ നല്ലൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ എല്ലാവരും ഒന്ന് കാണട്ടോ. നേരെ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ഓണാക്കി വെക്കുക. എനിക്ക് കുറച്ചും കൂടെ വാച്ചവർ ആവാനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത്. നിങ്ങളിന്ന് വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെ ആവും. എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പോൾ ഇനിയും അതുപോലെ ഒന്ന് പ്രതീക്ഷിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി നമുക്ക് ഇതിൽ പൂള നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള പൂളയാണ്. നല്ലൊന്ന് മിക്സ് ചെയ്യുക. പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ പറമ്പിലൊക്കെ പൂള ഉണ്ടാക്കുമായിരുന്നു. അത് ഇങ്ങനെയല്ല, നല്ല പൂള ഇങ്ങനെ ഒരൊറ്റ തിളക്ക് ഇങ്ങോട്ട് മെഴുക് പോലെ കേട്ടോ. അങ്ങനെ ഇത്ര ചെറുതാക്കി കൊത്തി നിൽക്കണം. ഇങ്ങനെ കടുവറുക്കണതേ കൊത്തി ഉറുക്കുള്ളൂ. കൊത്തി ഉറുക്കാനൊന്നും പറ്റില്ല. അതൊരു ആവിക്കന്നെ വേവും. നല്ല മെഴുക് പോലത്തെ പൂളയും നന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ പൂള ഇല്ല ഇട്ടപ്പോൾ നമ്മൾ ഈ കൊണ്ടുവരുന്ന പൂളൊന്നും അത്ര ടേസ്റ്റ് ഇല്ല. അത് നല്ല ടേസ്റ്റ് ചെയ്യുന്ന പൂള. അതിലേക്ക് കറിയൊന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് രസമായിരുന്നു. കാലൊക്കെ കഴിഞ്ഞു പോയി. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവണമില്ല, അതാണ് കുഴപ്പം. അപ്പം നമ്മൾ നല്ലതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളുള്ളിയൊക്കെ ഇട്ടാലേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ചീരുള്ളിയും വെള്ളുള്ളിയും കൂടെ നല്ല മൂത്ത് വരുമ്പോൾ നല്ല രസമാണ്. അപ്പം നമ്മൾ നല്ലതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മത്തി മുളകിട്ടതും മത്തി പൊരിച്ചതും ഇതും കൂടെ ചായക്കൂട്ടട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ ഒഴിക്കാട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പൂളയും മത്തിയും മത്തി പൊരിച്ചതും മത്തി മുളകിട്ടതും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.